+1 and +2 ഫിസിക്സ്. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റെനോൾഡ്സ് നമ്പർ ആയിരുന്നു. പിന്നെ സർഫസ് ടെൻഷനും സർഫസ് എനർജിയും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് സെക്ഷനായിട്ട്. സോ നോക്കൂ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്ററിന്റെ സമ്മറിയുടെ അകത്ത് 11th പോയിന്റ് ആണ്. ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. That is, the onset of turbulence in a fluid is determined by the dimensionless parameter called the Reynolds number, which is given by R is equal to rho Bt by eta, where d is the typical geometrical length associated with the fluid flow, and other symbols have their usual meaning. Okay, അപ്പോൾ നമ്മൾ in the next section നോക്കുകയാണ്, that is 10.7.2. ഇതാണ് നമ്മൾ നോക്കുന്ന അടുത്ത സെക്ഷൻ, that is surface energy and surface tension. Surface energy and surface tension. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ അകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിക്വിഡ്സിന്റെ സർഫസിൽ എപ്പോഴും എന്താണ് ഒരു എക്സ്ട്രാ എനർജി ഉണ്ടാവും. അതായത് ഇപ്പം ഒരു ലിക്വിഡ്, ഇപ്പം ഇങ്ങനെ ഒരു ലിക്വിഡ് എടുക്കുവാണെങ്കിൽ എന്താണ്, ഇതിന്റെ അകത്ത് എല്ലാം മോളിക്യൂൾസ് ആണല്ലോ. അപ്പം കമ്പയർഡ് ടു ഈ മോളിക്യൂളിനൊക്കെ കമ്പയർ ചെയ്യുമ്പം ഈ സർഫസിലിരിക്കുന്ന മോളിക്യൂൾസിന് കുറച്ച് എക്സ്ട്രാ എനർജി ഉണ്ട്. ഓക്കെ, എക്സ്ട്രാ എനർജി ഈ സർഫസ് മോളിക്യൂളിന് ഈ അകത്തിരിക്കുന്ന മോളിക്യൂളിനെ അപേക്ഷിച്ച് കുറച്ച് എക്സ്ട്രാ എനർജി ഉണ്ട്. അങ്ങനെ ഒരു എക്സ്ട്രാ എനർജി ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെ സർഫസ് കൂടുതലും ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും എന്താണ് ആ ഒരു എക്സ്ട്രാ എനർജി എന്ന് പറഞ്ഞാൽ, അപ്പം സർഫസ് ഏറ്റവും കുറവുള്ള രീതിയിലാണ് അവര് ഇരിക്കുന്നത്. ബിക്കോസ് എന്താണ്, എപ്പോഴും ഉള്ളിലേക്ക് ഇങ്ങനെ എന്താണ് പുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സർഫസ് മോളിക്യൂൾസിന് ഇപ്പുറത്തുള്ള പുള്ളുണ്ട്. ഇപ്പൊ ഈ ഒരു മോളിക്യൂളിന് ഇപ്പുറത്തുള്ള പുള്ളുണ്ട്. എപ്പോഴും താഴേക്കുള്ള എല്ലാ മോളിക്യൂളിന്റെയും പുള്ള് അതിനിങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് സർഫസ് മിനിമം ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും എപ്പോഴും, സർഫസ് മിനിമം ആയിട്ടായിരിക്കും എപ്പോഴും അത് കീപ്പ് ചെയ്ത്, സർഫസ് വോളിയം മിനിമലൈസ് ചെയ്തുകൊണ്ടായിരിക്കും ലിക്വിഡ് മോളിക്യൂൾസ്, സർഫസിലുള്ള ലിക്വിഡ് മോളിക്യൂൾസ് ഇരിക്കുക. അതുകൊണ്ട് തന്നെ കൂടുതലും സർഫസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഈ ഒരു വോളിയം ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ കൂടുതലും സർഫസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ട് എനർജി സപ്ലൈ ചെയ്യണം. അഡീഷണൽ ആയിട്ട് എനർജി സപ്ലൈ ചെയ്താൽ മാത്രമേ സർഫസ് അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബിക്കോസ് ഇങ്ങനെ ഒരു പുള്ള് താഴേക്ക് എപ്പോഴും ഉള്ളത് കൊണ്ട് സർഫസ് ഏരിയ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് എന്താണ് പോസിബിൾ ആയിട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് എപ്പോഴും ലിക്വിഡ് മോളിക്യൂൾസിന് സർഫസിൽ ഇരിക്കുക. സർഫസ് എപ്പോഴും സർഫസ് ഏരിയ ലീസ്റ്റ് ആക്കിക്കൊണ്ട്. ഓക്കെ, അപ്പം ഇത് ഡിസ്കസ് ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതലും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലിക്വിഡ് ഫിലിം കൺസിഡർ ചെയ്യും. അപ്പം ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് 2 പടം കാണിച്ചിട്ടുണ്ട്. സപ്പോസ് ഇത് എയും ഇത് ബി എന്ന് പറഞ്ഞ ഫിഗർ ആണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു ലിക്വിഡ് ഫിലിം ആണ്. ഓക്കെ, ഒരു ഫിലിം ഓഫ് ലിക്വിഡ് അതാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, അത് ഇങ്ങനെ ഒരു ഫിലിം ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫിലിം ഓഫ് ലിക്വിഡ്. അതിൻ്റെ അകത്ത് ഇതൊരു ബാറാണ്. ഒരു മൂവബിൾ ബാറാണ്. അത് നമുക്കിങ്ങനെ വലിക്കാം. ഈ ഒരു ബാർ എന്ന് പറയുന്നത് വലിക്കാം. ഓക്കെ, പാരലായിട്ട് നമുക്ക് വലിക്കാം. അങ്ങനെയാണ് വിചാരിക്കുക. അപ്പൊ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഇക്വിലിബ്രിയത്തിലുള്ള ഫിലിമാണ്. അതിങ്ങനെ റെസ്റ്റിലിരിക്കുന്ന ആണ് ഈ പടം കാണിച്ചിരിക്കുന്നത്. ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ബാർ ഇത് മൂവബിൾ ആണെന്ന് പറഞ്ഞല്ലോ. ആ ബാർ ഒരു ഇച്ചിരി ഡിസ്റ്റൻസിലേക്ക് സ്ട്രെച്ച് ചെയ്തു. നേരത്തെ പടത്തില് ഈ ഇത്രയും ഭാഗം ഇല്ല ഈ ഫസ്റ്റ് ഫിഗറിൽ. ഈ സെക്കൻഡ് ഫിഗറിൽ ഇത്രയും ഭാഗം, ഈ ഒരു എക്സ്ട്രാ പോർഷൻ ഇവിടെ വന്നു. എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ പോർഷൻ ഡി എന്ന് പറയുന്ന ഈ ഒരു എക്സ്ട്രാ ഡിസ്റ്റൻസിലേക്ക് അതിനെ വലിച്ചു. ഇവിടെ ഈ ഡി എന്ന് പറയുന്ന ഫിലിം വിച്ച് ഈസ് സ്ട്രെച്ച്ഡ്. ഓക്കെ, ഒരു സ്ട്രെച്ച്ഡ് ഫിലിമാണ് കാണിച്ചത്. സ്ട്രെച്ച്ഡ് ഡിസ്റ്റൻസ് ഓഫ് ഡി. ആ സ്ട്രെച്ച് ഫിലിമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ആ സ്ട്രെച്ച് ചെയ്ത ഡിസ്റ്റൻസ്, ഒരു മൂവബിൾ ബാർ ആണെന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഡി ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണ് ഇവിടെ നോക്കുക, ഇവിടുത്തെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ എത്രയാണോ സർഫസ് ഏരിയ അതിനെക്കാട്ടിയും ഇവിടെ സർഫസ് ഏരിയ കൂടുതലാണ്. ഓക്കെ, ഏരിയ ഓഫ് ദി സർഫസ് ഇവിടെ കൂടുതലായി. ഈ സർഫസിന്റെ ഏരിയ ഇവിടെ ഇൻക്രീസ് ചെയ്തു. ഇതിനെക്കാട്ടിയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഏരിയ ഓഫ് ദി സർഫസ് കൂടി. അതിന്റെ അർത്ഥം എന്താണ്, അങ്ങനെ സർഫസ് ഏരിയ കൂടുതലായി എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ അകത്തൊരു ഇന്റേർണൽ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇപ്പം ഇതിന് സർഫസ് ഏരിയ കൂടുതലാന്ന് പറയുമ്പോൾ ഇതിന് കുറച്ച് എന്താണ്
ഈ സിസ്റ്റത്തിന് കുറച്ചുകൂടി ഈ ഒരു സ്ട്രെച്ച്ഡ് ഫിലിമിന് കുറച്ചും കൂടി എനർജി ഉണ്ട്. അതായത് കുറച്ചും കൂടി എനർജി ഉണ്ടായി. അപ്പൊ അതിനർത്ഥം ഇതിന്റെ അകത്ത് ഒരു ഇന്റർണൽ ഫോഴ്സ് ഉണ്ട്. അതാണ് എഫ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഒരു ഇന്റർണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഈ സിസ്റ്റം, ഈ ഫസ്റ്റ് ഫിഗർ, ഈ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഇതിന്റെ അകത്ത് ഒരു ഇന്റർണൽ ഫോഴ്സ് ഉണ്ട്. ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്ന ഒരു ഇന്റർണൽ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഇന്റേണൽ ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ഈ ഇന്റേണൽ ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്താലേ ഇതുപോലെ ഇതിനെ സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സർഫസ് എക്സ്ട്രാ പൊട്ടൻഷ്യൽ എനർജി ഗെയിൻ ചെയ്യണം. ഓക്കെ, കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുമ്പോൾ ഇത് ഇങ്ങനെ കൂടിയിരിക്കുന്നു. ഈ ഫസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സിസ്റ്റത്തിൽ കാണിച്ചിരിക്കുന്നത് അത് ഇക്വിലിബ്രിയത്തിലാണല്ലോ. സെക്കൻഡ് ഫിഗറിൽ നിന്ന് സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇങ്ങനെ അടുക്കി ഇരിക്കുന്ന മോളിക്യൂൾസ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സെപ്പറേറ്റഡ് ആവുക ചെയ്യുന്നത്. ഈ മോളിക്യൂൾസ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ സെപ്പറേറ്റഡ് ആവും. ദാറ്റ് മീൻസ് എന്താണ്? ഈ ഒരു സർഫസ്, ഈ സെക്കൻഡ് സർഫസ്, ഇറ്റ് ഗെയിൻസ് സം പൊട്ടൻഷ്യൽ എനർജി ഓൺ സ്ട്രെച്ചിങ്. ഓക്കെ, ഗെയിൻസ് പൊട്ടൻഷ്യൽ എനർജി ഓൺ സ്ട്രെച്ചിങ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം എന്തായാലും ആ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വർക്ക് ഷുഡ് ബി ഡൺ അഗൈൻസ്റ്റ് ദ ഇന്റർണൽ ഫോഴ്സ് വിച്ച് ഇസ് എഫ്. ഇപ്പൊ ഗെയിൻസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന വർക്ക് ഡൺ അഗൈൻസ്റ്റ് ഇന്റർണൽ ഫോഴ്സ്, അങ്ങനെ ഒരു കാര്യം. ഓക്കെ, വർക്ക് ഡൺ അഗൈൻസ്റ്റ് ഇന്റർണൽ ഫോഴ്സ് എഫ്. എഫ് ഇസ് ദ ഇന്റർണൽ ഫോഴ്സ്. ഓക്കെ, വർക്ക് ഡൺ അഗൈൻസ്റ്റ് ദ ഇന്റർണൽ ഫോഴ്സ് എഫ്. ഓക്കെ, അപ്പം നോക്കാം. അപ്പം ഈ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണെന്ന് വിചാരിക്കുക. എഫ് എന്ന് പറയുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇന്റേണൽ ഫോഴ്സ് എഫ് ആണെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്? വർക്ക് ഡൺ ഇക്വേഷൻ നമ്മൾക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പം അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഇന്റേണൽ ഫോഴ്സിനോട് ഈക്വൽ ആയിട്ടുള്ള വർക്ക്, അതിനെ ഒപ്പോസ് ചെയ്യുന്ന വർക്ക് ചെയ്യണം. എഫ് എന്ന് പറയുന്നത് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്. അപ്പം അത്രയും തന്നെ ഇങ്ങോട്ട് വർക്ക് ചെയ്യണം. ആൻഡ് എന്താണ്? total work done is force into displacement, that is FD. ഈ ഫിലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ്? ഇങ്ങോട്ട് തന്നെയാണ് സ്ട്രെച്ച് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ്. ഫോഴ്സും റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ്. സോ കോസ് എഫ് ഡോട്ട് ഡി എന്ന് പറയുമ്പോൾ എഫ് ഡി കോസ് 0, ദാറ്റ് ഇസ് എഫ് ഡി എന്ന് തന്നെ വരും. ഓക്കെ, ദാറ്റ് ഇസ് റൈറ്റ്. Work done by applied force, that is W is equal to F dot D, which is FD cos 0, that is FD. Okay, so displacement അതേ ഡയറക്ഷനിലേക്കാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ FD എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പം ആ സർഫസിന് ഇറ്റ് വിൽ ഗെയിൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ FD എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ എനർജി gained by the surface. ആ സർഫസ് നേടിയ എക്സ്ട്രാ എനർജിയാണ് ഈ FD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർണൽ ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്ത വർക്കാണ്. അപ്പൊ നമുക്കറിയാം എപ്പോഴും എനർജി എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. കൺസർവേഷൻ ഓഫ് എനർജി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ വർക്ക് ഡൺ എന്ന് പറയുന്നതാണ് ഈ ഒരു അഡീഷണൽ എനർജി ആയിട്ട്, സർഫസ് ഗെയിൻ ചെയ്ത അഡീഷണൽ എനർജി ആയിട്ട് വരുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ കൺസർവേഷൻ ഓഫ് എനർജി. അങ്ങനെയാണ് ഈ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ദ എനർജി ഗെയിൻ ബൈ ദ സർഫസ് അക്കോർഡിംഗ് ടു വാട്ട്? കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം അങ്ങനെ വരും. ഓക്കെ, അതാണ് ആ ഫിലിമിന്റെ അഡീഷണൽ എനർജി ആയിട്ട് വരാം. ഇപ്പോൾ ആ ഫിലിമിന്റെ സർഫസ് എനർജി എന്ന് പറയുന്നത്, സപ്പോസ് ആ ഫിലിമിന്റെ സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ, അത് ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ആ ഫിലിമിന്റെ സർഫസ് എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എസ് ആണെന്ന് വിചാരിക്കാം. അതിപ്പം എസ് ആണെങ്കിൽ എസ് ആയിരുന്നു എന്ന് വിചാരിക്കാം. ഇപ്പം അത് എത്ര മൂവ് ചെയ്തു? ഇങ്ങോട്ട് നോക്കൂ. ഇത് എക്സ്ട്രാ ഏരിയ ഇപ്പം അവിടെ വന്നിരിക്കുന്ന എന്താണെന്ന് നോക്കാം. നമുക്ക് എക്സ്ട്രാ ദാറ്റ് ഇസ് എസ് പെർ യൂണിറ്റ് ഏരിയ. ഇപ്പൊ എവിടെ വന്നിരിക്കുന്ന എക്സ്ട്രാ ഏരിയ? ഇത്രയും ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇനിയിപ്പോൾ ഒന്ന് വൃത്തിയാക്കാം. അത് ഇങ്ങോട്ട് മൂവ് ചെയ്തു അല്ലെ? ഈ ഇത്രയും എക്സ്ട്രാ ഏരിയ ആണ് ഫിലിമിന് കിട്ടിയിരിക്കുന്നത്. ഇത്രയുമാണ് എക്സ്ട്രാ ഏരിയ. ദിസ് ഇസ് ദ, ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? ഒരു റെക്ടാംഗിൾ ആണ്. അതിന്റെ ഈ ഡിസ്റ്റൻസ്, ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഫിഗർ വെച്ച് നമുക്ക് പറയാം ദാറ്റ് ഇസ് എൽ. സോ എൽ ഇൻറ്റു ഡി, ഒരു ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്ന് പറയുന്നത്
DL ആണ് ഇവിടെ. ഈ ഒരു എക്സ്ട്രാ ഏരിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് പർട്ടിക്കുലർ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ്. ഇവിടെ ഈ എക്സ്ട്രാ ഏരിയ എന്ന് പറയുന്നത് ഈ എക്സ്ട്രാ ഏരിയ, അപ്പൊ അതിന് ആ ഫിലിമിനുണ്ടായ എക്സ്ട്രാ ഏരിയ ഓൺ സ്ട്രെച്ചിങ്, എത്രയും കൂടെ എക്സ്ട്രാ ഏരിയ അതിന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം 2DL. നമ്മളിവിടെ കണ്ടു ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ആണ്, ദാറ്റ് ഇസ് DL. ബട്ട് ഹിയർ ഒരു 2ഉം കൂടി വരും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിമിന് 2 സർഫസ് ആണുള്ളത്. ഈ 2 എന്ന് പറയുന്നത് 2 ബിക്കോസ് എന്താണ്, ഫിലിം ഹാസ് 2 സർഫസ്. ഫിലിമിന് 2 സർഫസ് ആണുള്ളത്. ഒരു ഇന്നർ സർഫസും ഒരു ഔട്ടർ സർഫസും ഉണ്ട്. അതുകൊണ്ടാണ് ഫിലിമിന് 2 സർഫസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ 2 വരുന്നത്. ഓക്കെ ഓക്കെ 2 സർഫസസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് 2 സൈഡ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ഈ ലിക്വിഡ് എന്ന് പറയുന്നത് ഈ 2 സൈഡ്സിന്റെയും, ഈ ഇന്നർ സൈഡിന്റെയും ഔട്ടർ സൈഡിന്റെയും, അല്ലെങ്കിൽ ഇന്നർ സർഫസിന്റെ ഔട്ടർ സർഫസിന്റെ ഇടയിലാണ് ഈ ലിക്വിഡ് കിടക്കുന്നത്. ഓക്കെ, 2 സൈഡാണ് ഫിലിമിനുള്ളത്. ആ 2 സൈഡിന്റെ ഇടയ്ക്കാണ് ലിക്വിഡ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, ഫിലിമിന് 2 സർഫസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ 2DL ഇടുന്നത്. അത് രണ്ടും കൺസിഡർ ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ ഫിലിം എന്ന് പറഞ്ഞാൽ S ആണ്. ഇവിടെ എക്സ്ട്രാ ഏരിയ മൂവ് ചെയ്തത് 2DL ആണ്. സപ്പോസ് ഫിലിമിന്റെ സർഫസ് ഏരിയ പെർ യൂണിറ്റ് ഏരിയ S ആണ്, എക്സ്ട്രാ ഏരിയ ഇത്രയും മൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഹിയർ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, S ഇൻറ്റു 2DL. ഓക്കെ, പെർ യൂണിറ്റ് ഏരിയ ആണ്, ഇത്രയും ഏരിയ മൂവ് ചെയ്തു. സോ S ഇൻറ്റു 2DL ആൻഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ വർക്ക് ഡൺ. അതാണ് നമ്മൾ ലാസ്റ്റ് നമ്മളിവിടെ പറഞ്ഞ ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞ എക്സ്ട്രാ എനർജി ഗെയിൻ ബൈ ദ സർഫസിനോട് ഈക്വൽ ആവണമെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടുത്തെ ഇപ്പം എക്സ്ട്രാ എനർജി ദാറ്റ് ഇസ് ദ ടോട്ടൽ എനർജി എന്ന് പറയാൻ പറ്റില്ല, ദ എനർജി ഗെയിൻഡ് ബൈ ദ സർഫസ്. ഓക്കെ, ദിസ് ഇസ് ദ എനർജി ഗെയിൻഡ് ബൈ ദ സർഫസ്. എനർജി gained by the surface. അതാണ് എന്ത്, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, S dot 2DL, S into 2DL, which should be equal to the work done. And work done എന്ന് പറയുന്നതാണ് FD. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ പ്യൂർലി ബേസ്ഡ് ഓൺ ദ കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ എഴുതുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ ദിസ് ഇസ് S into 2DL is equal to FD. ഇതിൻ്റെ നമുക്ക് S എന്ന് പറയുന്നത് എന്ത് എഴുതാം, S എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം, FD by 2DL. സോ ഡിയും ഡിയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ F by 2L. സോ യു ഹാവ് S equal to F by 2L എന്ന് എഴുതാം. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി S equal to F by 2L എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി അതാണ് സർഫസ് ടെൻഷന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, ദിസ് F by 2L എന്ന് പറയുന്നതാണ് സർഫസ് ടെൻഷൻ എത്രയുണ്ട് എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ദിസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സർഫസ് ടെൻഷൻ. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും, അതായത് നമ്മുടെ സർഫസ് ടെൻഷനും അതുപോലെ തന്നെ സർഫസ് എനർജി, ഇവര് 2 പേരും ഈക്വൽ ആണ്. ഓക്കെ, സർഫസ് എനർജി, സർഫസ് ടെൻഷൻ, നമുക്ക് 2 ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾക്ക് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് സർഫസ് എനർജി വിച്ച് ഇസ് SC. പിന്നെ നമുക്ക് രണ്ടാമത് വരുന്നത് നമ്മൾ കണ്ട ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ കണ്ട സർഫസ് ടെൻഷൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ST എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഇറ്റ് റെഫേഴ്സ് ടു ദ സെയിം തിങ്, രണ്ടും ഒരേ കാര്യമാണ്. സർഫസ് എനർജി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു യൂണിറ്റ് ഏരിയയിലേക്ക് എത്രമാത്രം വർക്ക് ചെയ്യണം, അത് സ്ട്രെസ് ചെയ്യാൻ എന്നുള്ളതാണ്. ഓക്കെ, അത് വർക്ക് required per unit area to stretch a surface. Okay, work done per unit area to work done per unit area to stretch a surface. ഇതെന്താണ് എന്ന് ഡിനോട്ട് ചെയ്യുന്ന, I don't know why these lines are coming. Okay, yeah, surface എന്ന് പറയുന്നതാണ് സർഫസ് എനർജി. ഇനി സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ പറയുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഫോഴ്സ് പെർ സർഫസ് എനർജി മീൻസ് ഇറ്റ് മെഷേഴ്സ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. സർഫസ് എനർജി എന്ന് പറയുമ്പോൾ
എത്രമാത്രം വർക്ക് പെർ യൂണിറ്റ് ഏരിയ ചെയ്യണം ടു സ്ട്രെച്ച് സർഫസ്. ഇനി സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മെഷേഴ്സ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ അത് രണ്ട് തരത്തിൽ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പെർ യൂണിറ്റ് രണ്ടും ബേസിക്കലി ഇറ്റ് മെഷേഴ്സ് ദ സെയിം തിങ്. ഓക്കെ, അപ്പം സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ ലിക്വിഡ് ഇന്റർഫേസ്, അല്ലെങ്കിൽ it is also equal to the force per unit length exerted by the fluid on the movable bar. അങ്ങനെ നമുക്ക് രണ്ട് തരത്തിൽ പറയാൻ പറ്റും. ഓക്കെ, സെയിം തിങ് ആണ്. സി എസ് ഈക്വൽ ടു F/2L എന്ന് നമ്മൾ പറയാം. അതുപോലെ തന്നെ ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറയാം? അതർവൈസ് യു ക്യാൻ ടെൽ ഇറ്റ് ആസ് എ സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ ലിക്വിഡ് ഇന്റർഫേസ്. ഓക്കെ, അപ്പം അത് തന്നെയാണ് നമ്മൾ എന്താണ് സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്ത് പറയാം? ദാറ്റ് ഇസ് അതർവൈസ് ഇറ്റ് കുഡ് ബി സേ ദാറ്റ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ ലിക്വിഡ് ഇന്റർഫേസ്, അതർവൈസ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എക്സർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ മൂവബിൾ ബാർ. ഓക്കെ, അങ്ങനെ രണ്ട് തരത്തിൽ പറയാം. അപ്പൊ ഇതാണ് സർഫസ് എനർജി സർഫസ് ടെൻഷൻ. ബേസിക്കലി ദേ ആർ ഈക്വലന്റ്. അതിന്റെ ഞാൻ എന്താണ് അതിന്റെ ആ ഒരു മെഷർ ചെയ്യുമ്പോൾ ദിസ് മെഷേഴ്സ് വർക്ക് ആൻഡ് സർഫസ് എനർജി ആണെങ്കിൽ ഇറ്റ് മെഷേഴ്സ് വർക്ക് പെർ യൂണിറ്റ് ഏരിയ ടു സ്ട്രെച്ച് എ സർഫസ്. സർഫസ് ടെൻഷൻ ആണെങ്കിൽ ഇറ്റ് മെഷേഴ്സ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അക്രോസ് ദ സ്ട്രെച്ച്ഡ് സർഫസ്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ അതിന്റെ റിലേഷൻ എന്നൊക്കെ പറഞ്ഞത്. രണ്ട് ബേസിക്കലി ഈക്വൽ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം ഒരു സർഫസിന്റെ എന്താണ് ഒരു ലിക്വിഡിന്റെ സർഫസിനെ കുറിച്ച് മാത്രമാണ് ഇത്രയും നേരം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ സർഫസ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ ആ ലിക്വിഡിന്റെ സർഫസ്, അതായത് ഈ മേളത്തെ മോളിക്യൂൾസിനെ കുറിച്ചും അങ്ങനെ സർഫസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സർഫസ് എന്ന് പറയുന്നത് ചുറ്റും മറ്റൊരു ഫ്ലൂയിഡ് സർഫസുമായിട്ട് കോണ്ടാക്ട് ആയിരിക്കും. ഓക്കെ, അതിൽ ഇത് സോളിഡ് സർഫസ്. ഇപ്പം നമുക്കറിയാം വെള്ളം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കണ്ടെയ്നറിന്റെ വോളിൽ അതിന് കോണ്ടാക്ട് ഉണ്ട്, പുറത്ത് എയർ ആയിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞില്ല. അപ്പൊ ഇനി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവാണ്. അപ്പം അങ്ങനത്തെ ആ ഒരു കേസ് എല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു സർഫസ് എനർജി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ സർഫസ് എനർജി ആ കേസിൽ എന്ത് ചെയ്യും? ഈ രണ്ട് സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ഈ സർഫസിന്റെ മുകളിലുള്ള എയറിന്റെ ഡിപ്പെൻഡൻസ്, വോൾസിന്റെ ഡിപ്പെൻഡൻസ്, അതെല്ലാം അപ്പൊ അവിടെ വരും. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പം മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽസിന്റെ മോളിക്യൂൾസ് അട്രാക്റ്റഡ് ആവുകയാണെങ്കിൽ സർഫസ് എനർജി റിഡ്യൂസ് ചെയ്യും. അതർവൈസ് ഇപ്പം ആ മോളിക്യൂൾസുമായിട്ട് എന്ത് പറ്റും? അത് സർഫസ് മോളിക്യൂൾസുമായിട്ട് ഇത് റിപ്പൽ ചെയ്യുകയാണെങ്കിൽ സർഫസ് എനർജി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ സർഫസ് എനർജി എന്ന് പറയുന്നതിന് വേണമെങ്കിൽ നമുക്ക് അതുകൊണ്ട് വേറെ തരത്തിലും ഡിഫൈൻ ചെയ്യാമെന്ന് പറയുന്നത്, അത് രണ്ട് മെറ്റീരിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു രണ്ട് ഫേസസ് ആയിരിക്കും. അപ്പം എന്താണ് അതിന്റെ ആ ഒരു ഇന്റർഫേസിന്റെ എനർജി എത്രയാണെന്നുള്ള തരത്തിൽ വേണമെങ്കിൽ നമുക്ക് സർഫസ് എനർജി ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഇസ് സർഫസ് എനർജി ഇസ് ദ എനർജി ഓഫ് ദ ഇന്റർഫേസ് ബിറ്റ്വീൻ ടു മെറ്റീരിയൽസ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് ഓഫ് ദം. അങ്ങനെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. അപ്പം ഇതെല്ലാം കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി വെച്ചിട്ട് പറയാവുന്ന കുറച്ച് ഒബ്സർവേഷൻ ആണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റിലുള്ള കാര്യമാണ് കേട്ടോ. സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ സർഫസ് ടെൻഷൻ is the force per unit length. Force per unit length in the it is a force per unit length. എവിടെയാണ്? In the plane of the interface between the plane of the liquid and any other substance. Okay, it's a surface tension is the force per unit length. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിൽ in terms of surface area surface energy പറയുന്നതാണ് surface energy per unit area. That is the surface tension നമുക്ക് ഡിഫൈൻ ചെയ്യാം. surface energy per unit area എന്ന് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ സർഫസ് ടെൻഷൻ ഇസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പം അതിന് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് അങ്ങനെ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ
ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ പ്ലെയിൻ ഓഫ് ഇന്റർഫേസ്. അത് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്നത് സർഫസും എയറും തമ്മിലുള്ള ഇന്റർഫേസ് എന്ന് പറയുന്നത് സർഫസും എയറും കൂട്ടിമുട്ടുന്ന ആ ബൗണ്ടറിക്കാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയാം. അപ്പം ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ plane of the liquid and any other substance. And any other substance എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഫ്ലൂയിഡ് ആവാം, എയർ ആവാം, സോൾഡ് ആവാം, എന്താന്ന് വെച്ചാൽ അത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ എക്സ്ട്രാ എനർജി ഇതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ എക്സ്ട്രാ എനർജി ഓൾസോ. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇന്റർഫേസിലുള്ള, ഇന്റർഫേസ് മീൻസ് എന്താണ്? ഇറ്റ് ഇസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ എയർ ആൻഡ് ദ ലിക്വിഡ്, ആ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയും. അപ്പൊ അവിടെ ഉള്ള ആ ഇന്റർഫേസ് സർഫസിനെ നമ്മളിപ്പം എന്തുകൊണ്ടാണ് ഇപ്പൊ സർഫസിനെ മാറ്റി ഇന്റർഫേസ് എന്ന് പറയുന്നത്? നമ്മൾ ഇത്രയും നേരം ലിക്വിഡ് സർഫസിനെ മാത്രം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ചുറ്റുമുള്ള, അതായത് ഈ ലിക്വിഡിന്റെ മേൽഭാഗത്തുള്ള ഈ എയർ, ഓക്കെ, ഇതിന്റെ ഈ മേൽഭാഗത്തുള്ള എയർ, അതുപോലെ ഇത് ഇപ്പൊ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ആണ്, ലിക്വിഡും കണ്ടെയ്നറും ഈ സോളിഡ് കണ്ടെയ്നറും തമ്മിലുള്ള ഡിപ്പെൻഡൻസ് അതെല്ലാം എടുക്കണം. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ഡെഫിനിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ആക്ടിങ് ഇൻ ദ പ്ലെയിൻ ഓഫ് ഇന്റർഫേസ് എന്നൊരു പേര് നമുക്ക് കൊടുക്കേണ്ടി വന്നത്. ആ ബൗണ്ടറിയെ കുറിച്ചും കൂടി പറയണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് എന്താണ്? ഈ ഒരു ഇന്റർഫേസ് മീൻസ് ബേസിക്കലി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു ലിക്വിഡ് സർഫസും എയറും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു മീറ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് നേരത്തെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് സർഫസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ പേര് മാറ്റി ഇന്റർഫേസ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്റർഫേസിലുള്ള മോളിക്യൂൾസിന് ഇന്റീരിയറിലുള്ള മോളിക്യൂൾസിനെക്കാട്ടും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ എനർജി ഉണ്ടാവും, ആദ്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് സർഫസ് ടെൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഒരു എനർജി എന്നല്ല, ഒരു ലിക്വിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് വെച്ചാൽ എന്തൊരു ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് പറയാം. അപ്പം അല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു സർഫസ് എപ്പോഴും എങ്ങനെയാണ്? ഒരു ടെൻഷനിലാണ്, അല്ലെ? ഇപ്പൊ എപ്പോഴും അതിങ്ങനെ ഡൗൺവേർഡ് ആയിട്ട് സർഫസിലെ മോളിക്യൂൾസ് എല്ലാം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സർഫസ് എപ്പോഴും എന്താണ്? ഒരു ടെൻഷനിലാണ്. അപ്പൊ ഈ ഒരു സർഫസ് ടെൻഷൻ കാരണമാണ് പല ഒബ്ജക്ട്സും ഫ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ചെറിയ ചെറിയ ഇൻസെക്ട്സ്, അത് ഈ ചില വാട്ടർ സ്ട്രൈഡേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കൂടി നടക്കും. ഓക്കെ, ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ അതിനിങ്ങനെ വെള്ളത്തിൽ കൂടി ജസ്റ്റ് ചില ഇൻസെക്ട്സിന് നടന്നു പോവാം. അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ, അത് അത്രയ്ക്കും ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ ഈ ഒരു ഈ വാട്ടറിന്റെ മേലത്തെ ലെയർ ബ്രേക്ക് ചെയ്യാൻ മാത്രമുള്ള ഒരു എന്താണ് ഫോഴ്സ് കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യാൻ കൊടുക്കുന്ന ഫോഴ്സ് സാധിക്കുന്നില്ല ഡ്യൂ ടു സർഫസ് ടെൻഷൻ. അതുകൊണ്ടാണ് അത് അങ്ങനത്തെ ഒബ്ജക്ട്സ് അവിടെ ഫ്ലോട്ട് ചെയ്യും വെള്ളത്തിൽ. അത് ഈ ഒരു പർട്ടിക്കുലർ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അടുത്ത മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇന്റർഫേസിന്റെ അവിടെ നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ്, ദാറ്റ് ഈസ് ടെക്സ്റ്റിലുള്ള പോയിന്റ് ആണ് കേട്ടോ. അത് ഈ ഇന്റർഫേസിൽ, അതിപ്പം ഇന്റർഫേസ് മീൻസ് എന്താണ്? ഇപ്പൊ ഇത് വെള്ളമാണെങ്കിൽ ഇതാണ് നമ്മുടെ വെള്ളമെങ്കിൽ ഇതിന്റെ ഈ ടോപ്പ് ലെയർ വിച്ച് ഇസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ എയർ, അങ്ങനെ നമുക്ക് ഘടിപ്പിച്ച് വരിക. അപ്പം ഈ ഇന്റർഫേസിന്റെ ഏതൊരു പോയിന്റിലും നമുക്കൊരു എന്താണ് ലൈൻ വരയ്ക്കാം. അങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സർഫസ് ടെൻഷൻ ഫോഴ്സസ് എക്സിസ്റ്റ് ആവുന്ന ഒരു ലൈൻ നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ദാറ്റ് ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, സോ അത് ടെക്സ്റ്റിൽ ഈ പടം ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അപ്പം ഈ ഒരു ഇന്റർഫേസിൽ ഇതിന്റെ താഴേക്ക് ഇങ്ങനെ ഇതൊരു ലിക്വിഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ലിക്വിഡിന്റെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് ലിക്വിഡിന്റെ ഇന്റർഫേസ്. അത് എയറുമായിട്ട് കോണ്ടാക്ട് വരുന്ന അവിടെ ഒരു പോയിന്റ്. അപ്പം ഒരു എന്താണ് പെർപെൻഡിക്കുലർ ലൈൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ഇന്റർഫേസിന്റെ പ്ലെയിനിൽ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ നമുക്ക് ഇതിനോട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് മുകളിലേക്ക് വേണമെങ്കിൽ ഒരു ലൈൻ വരയ്ക്കാം. അതായത്
താഴേക്ക് എന്താ പറ്റുന്നത്? ബിക്കോസ് താഴേക്ക് ഇവിടെ ഉണ്ടാവുന്നത് ഈ ലൈനിന്റെ താഴേക്ക് എന്ന് വെച്ചാൽ ലിക്വിഡ് മോളിക്യൂൾസ് തന്നെയാണ്. അപ്പൊ ലിക്വിഡ് മോളിക്യൂൾസിന് സ്ട്രോങ് ആയിട്ട് എന്താ ഉണ്ടാകുന്നത്? ഒരു അട്രാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. താഴേക്ക് ഇങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നത്. ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് മോളിക്യൂൾസിന്റെ കൊഹസീവ് നേച്ചർ കൊണ്ടാണ്. ഓക്കെ, കൊഹസീവ് നേച്ചർ എന്ന് പറയുന്നത് ഇപ്പം ലിക്വിഡ് മോളിക്യൂൾസ് H2O മോളിക്യൂൾസ്, അതിന് സ്വന്തം മോളിക്യൂൾസുമായിട്ട് തന്നെ ഉണ്ടാവുന്ന ആ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനാണ് കൊഹസീവ് നേച്ചർ എന്ന് പറയാം. ഇനി മേളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നൊരു ഇവിടെ അതിനുണ്ടാവുന്നത് റിപ്പൽഷൻ ആണ്. അപ്പം ഈ റിപ്പൾസീവ് നേച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവുന്നത് ഒരു അധസീവ് നേച്ചർ ഇവിടെ വരുന്നില്ല. ഓക്കെ, അതായത് എയർ മോളിക്യൂളും വാട്ടർ മോളിക്യൂളും തമ്മിലുള്ള റിപ്പൾസീവ് നേച്ചറാണ് മുകളിലേക്ക് വരുന്നത്. താഴേക്കാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്, അതിന്റെ ഒരു ബാലൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ ലൈനിലുള്ള ആറ്റത്തിന് എപ്പോഴും സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, അത് എപ്പോഴും ഒരു ടെൻഷനിലാണ് ബേസിക്കലി. ഓക്കെ, അപ്പൊ സർഫസിലേക്കുള്ള ലൈൻസ് ഓഫ് ആറ്റംസിനെ നമ്മൾ കാണുകയാണെങ്കിൽ എപ്പോഴും സെക്കൻഡ് ഓക്കെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഇമാജിനറി ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ലൈൻ നമ്മൾ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഇന്റർഫേസിന്റെ പ്ലെയിനിൽ വരയ്ക്കുകയാണെങ്കിൽ ഈ സർഫസ് ടെൻഷൻ ഫോഴ്സസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദിസ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കാം. നേരെ മറിച്ച് നമ്മൾ ഈ സർഫസിലുള്ള ഇന്റർഫേസിലുള്ള ആ ഒരു മോളിക്യൂൾസിനെ സ്പെസിഫിക്കലി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും താഴേക്ക് ഒരു ഇൻവേർട്ട് പുള്ളായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഈ ബൗണ്ടറിയെ കുറിച്ച് ചിന്തിക്കാതെ ബൗണ്ടറിയെ കുറിച്ച് ഇന്റർഫേസിനെ കുറിച്ച് ജസ്റ്റ് ചിന്തിക്കാതെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ നമ്മൾ ഓൾറെഡി ഒരു ഫിഗർ കാണിച്ചത് ഇതെന്ന് പറഞ്ഞൊരു ഒരു കണ്ടെയ്നറിന്റെ അകത്തുള്ള ലിക്വിഡിന്റെ ഇതൊരു ഇന്റീരിയർ മോളിക്യൂൾ ആണെന്ന് വിചാരിക്കുക. ഇന്റീരിയർ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇന്റീരിയർ മോളിക്യൂൾ. അപ്പൊ അത് എന്താ പറ്റുക, അവിടെ എപ്പോഴും അതിനെന്താണ്, അത് എല്ലാ ഭാഗത്തേക്കും അതിന് ഫോഴ്സ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്റർഫേസിനെ കുറിച്ച് ചിന്തിക്കുക, ജസ്റ്റ് ആ ഒരു എന്താ പറയാ, നമ്മൾ ലിക്വിഡിന്റെ സർഫസ് മാത്രം ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഇവിടെ നമ്മൾ മേലത്തെ എയറിനെ കുറിച്ച് ചിന്തിക്കാതെ സർഫസിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നെറ്റ് എന്താണ്, അതിന് താഴേക്ക് ഒരു ഇൻവേർട്ട് പുള്ളാണ് സംഭവിക്കുക. നെറ്റ് അതിനെ എപ്പോഴും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഇന്റർഫേസിന്റെ ആ പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻ ദ പ്ലെയിൻ നമുക്ക് മേലേക്ക് ഒരു റിപ്പൾസീവ് ഫോഴ്സും താഴേക്ക് ഒരു അട്രാക്റ്റീവ് സർഫസ് ടെൻഷൻ പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ള തരത്തിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സർഫസ് ടെൻഷൻ പെർ യൂണിറ്റ് ലെങ്ത് എബോവും ബിലോയും ഉണ്ടെന്ന് പറയാം. നേരെ മറിച്ച് സർഫസിൽ എപ്പോഴും സർഫസിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെപ്പോഴും താഴേക്ക് ഒരു പുള്ളായിരിക്കും ഉണ്ടാവുക. ഇനി ഈ ഒരു ടേബിളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ടേബിളിൽ പല വേരിയസ് ലിക്വിഡ്സിൻ്റെ ഹീലിയം, ഓക്സിജൻ, എഥനോൾ, വാട്ടർ, മെർക്കുറി അതിൻ്റെ എല്ലാം സർഫസ് ടെൻഷൻസ് തന്നിട്ടുണ്ട്. സി യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ. പിന്നെ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും തന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ സർഫസ് ടെൻഷനെ കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് ടെൻഷനും ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. അതാണ് സർഫസ് ടെൻഷന്റെയും ടെമ്പറേച്ചറിന്റെ ഒരു ഡിപ്പെൻഡൻസ്. സർഫസ് ടെൻഷൻ ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ എന്താ വെച്ചാൽ മോളിക്കുലർ തെർമൽ ആക്ടിവിറ്റി അതിന് കൂടും. അത് കൂടുതൽ അത് ഓടിക്കളിക്കാൻ തുടങ്ങും. അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും, അതിന്റെ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതാണ് മോളിക്യൂൾസിന് ഒരേ ടൈപ്പ് ഓഫ് മോളിക്യൂൾസിൽ ഉണ്ടാവുന്ന അട്രാക്ഷൻ ആണ് കൊഹസീവ്
കൊഹസീവ് ഫോഴ്സ് ആയിട്ട് പറയാം. ഓക്കെ, ഇപ്പം വാട്ടറും എയറും തമ്മിലുള്ള മോളിക്യൂൾസിന്റെ അട്രാക്ഷനെ പറയുന്ന അധസീവ് ഫോഴ്സ് എന്ന്. വാട്ടർ മോളിക്യൂളും തമ്മിലുള്ള ഒരു അട്രാക്ഷനെയാണ് കൊഹസീവ് ഫോഴ്സ് ആയിട്ട് പറയാം. അപ്പൊ ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി തന്നെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊഹസീവ് നേച്ചർ വെള്ളത്തിന്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് ഈ സർഫസ് മോളിക്യൂൾസിനൊക്കെ ഇങ്ങനെ താഴേക്ക് പുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാ ഭാഗത്തും താഴേക്ക് ഒരു നെറ്റ് പുള്ള് വരുന്നത്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തും എല്ലാ മോളിക്യൂൾസിനും കൂടുതൽ തെർമൽ ആക്ടിവിറ്റി കിട്ടുകയും എല്ലാം ഓടിക്കളിക്കുകയും ചെയ്യും. അപ്പൊ എന്ത് പറ്റും, കൊഹസീവ് നേച്ചർ അവിടെ ഡിക്രീസ് ചെയ്യാണ്. സോ വിച്ച് ഇംപ്ലൈസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൊഹസീവ് നേച്ചർ ഡിക്രീസ് ചെയ്യും. കൊഹസീവ് നേച്ചർ ഡിക്രീസ് ചെയ്യുന്നത് മൂലമാണ് സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് അതിന്റെ സോളിഡ് സർഫസിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സർഫസ് എനർജി അത് ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സർഫസ് എനർജി അതിനെയാണ് ഞാൻ SC കൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സർഫസ് എനർജി ബിറ്റ്വീൻ ഫ്ലൂയിഡും അതുപോലെ തന്നെ ലിക്വിഡും തമ്മിലുള്ള സർഫസ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്മോളർ ദാൻ ദ സം ഓഫ് സർഫസ് എനർജീസ് ബിറ്റ്വീൻ സോൾഡ് എയർ between solid air and fluid air means liquid air. അങ്ങനെയാണെങ്കിൽ ഫ്ലൂയിഡും ലിക്വിഡും തമ്മിലുള്ള ആ സർഫസ് എനർജി എന്ന് പറയുന്നത് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസിലാണ് ഫ്ലൂയിഡ് വിൽ സ്റ്റിക്ക് ടു ദ സർഫസ്. ഓക്കെ, ഫ്ലൂയിഡ് വിൽ സ്റ്റിക്ക് ടു ദ സർഫസ്. അപ്പോഴാണ് ഫ്ലൂയിഡ് സർഫസ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ കേസിൽ എന്ത് പറ്റും, അത് ഫ്ലൂയിഡ് സ്റ്റിക്ക് ചെയ്യുന്നു സർഫസിൽ. എപ്പോഴും ഫ്ലൂയിഡും ലിക്വിഡും തമ്മിലുള്ള സർഫസ് എനർജി എന്ന് പറയുന്നത് ആ സോൾഡും എയറും ലിക്വിഡും എയറും തമ്മിലുള്ള സർഫസ് എനർജീസിനെക്കാട്ടി കുറവായിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് സർഫസും ലിക്വിഡ് സർഫസും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഫ്ലൂയിഡ് എന്താണ് സോളിഡ് സർഫസിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഇരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കൂടുതലായിട്ടും ഇനി അങ്ങോട്ട് നെക്സ്റ്റ് നമുക്ക് എന്താണ് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് അതിലേക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് അതിനെ ഈ ഒരു നമ്മുടെ സർഫസ് എനർജി, ഓക്കെ, ഈ സർഫസ് ടെൻഷനെ നമുക്ക് അളക്കാൻ വളരെ ഡയറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് എക്സ്പെരിമെന്റിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. സർഫസ് ടെൻഷനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ ടെക്സ്റ്റിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. മെഷർമെന്റ് ഓഫ് സർഫസ് ടെൻഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണുന്ന പോലെ തന്നെ അറിയാം, ഇവിടെ ഒരു ബാലൻസ് ആണുള്ളത്. ഹിയർ യു ഹാവ് എ ബാലൻസ്. ആ ബാലൻസിന് 2 ആംസ് ഉണ്ട്. ബാലൻസിന് 2 ആംസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ 2 ആം കാണാമല്ലോ. അപ്പൊ ഇതിന്റെ ഒരു ആമിന്റെ അകത്ത് ഒരു വെർട്ടിക്കൽ ഗ്ലാസ് പ്ലേറ്റ് ആണുള്ളത്. ഇവിടെ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു ഗ്ലാസ് പ്ലേറ്റ് വെച്ചിരിക്കുകയാണ്. അതിന്റെ താഴെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ലിക്വിഡ് ഉള്ള ഒരു വെസൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആ വെസലിലെ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുവാണ്. ഓക്കെ, ഈ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ഇതിന്റെ അതർ ആമില് നമുക്ക് വെയിറ്റ്സ് വെക്കാം. അപ്പൊ എന്തോ ഒരു വെയിറ്റ് വെച്ച് ആദ്യം ഇതൊന്ന് ബാലൻസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഈ എക്സ്പെരിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടേക്ക് സബ്സീക്വന്റ് ആയിട്ട് വെയിറ്റ്സ് ഇട്ട് കൊടുത്തോണ്ടേയിരിക്കും, സച്ച് ദാറ്റ് ഈ ഒരു ഗ്ലാസ് പ്ലേറ്റ് ജസ്റ്റ് ഈ വെള്ളത്തിന്റെ സർഫസിൽ നിന്ന് വിടണം. ആ തരത്തിലായിരിക്കും വെയിറ്റ് ആഡ് ചെയ്യുക. അപ്പം ഇതിന് പ്രോപ്പർലി ആ വെയിറ്റ് കിട്ടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ബാലൻസ് ഇപ്പം കുറെ കൂടി വെയിറ്റ്സ് ആഡ് ചെയ്യുന്നു വിചാരിക്കുക. എത്രയൊക്കെയോ വെയിറ്റ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ കൊടുത്തു. കുറെ കൂടി വെയിറ്റ്സിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ആഡ് ചെയ്തിട്ടു. അപ്പം നമുക്ക് ചിന്തിക്കുന്നത് ഈ ഗ്ലാസ് പ്ലേറ്റ് സച്ച് ദാറ്റ് എപ്പോഴാണോ ഈ ഗ്ലാസ് പ്ലേറ്റ് ഇപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കണം, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. ആ ടച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഒന്ന് വിടണം, ജസ്റ്റ് ഒന്ന്
ക്ലിയർ ചെയ്യുന്നത്. ജസ്റ്റ് ആ ടച്ച് ചെയ്തിരിക്കുന്നത് വിടണം. ഓക്കെ, ആ രീതിയിൽ. അപ്പൊ നമുക്കറിയാം എന്ത് ചെയ്യണം, ഈ ഗ്ലാസ് പ്ലേറ്റ് ഈ സർഫസിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങനെ ആ ഒരു ഇതിനെ ആ ടച്ചിൽ നിന്ന് മാറ്റണമെങ്കിൽ എന്താണ്, അഡീഷണൽ ആയിട്ട് എനർജി സപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ആ അഡീഷണൽ ആയിട്ട് എത്രമാത്രം എനർജി സപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ നമുക്ക് ഇക്വേഷൻ അറിയാം. F/2L എന്ന് പറഞ്ഞ നമ്മളുടെ ഇക്വേഷൻ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പം ആ അഡീഷണൽ ആയിട്ടുള്ള ആ എനർജി എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ വെയ്റ്റ്സിനെ അവിടെ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ വി ഹാവ് അവർ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു F/2L. അപ്പം ഇവിടെ എന്താണ്, ലിക്വിഡും എയറും തമ്മിലുള്ള ഇന്റർഫേസ് ആണ്. ഇവിടെ നോക്കുക, ലിക്വിഡും എയറും ഈ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ ലിക്വിഡും എയറും ഇന്റർഫേസ് ആണ്. ഓക്കെ, സോ അത് നമ്മൾ എഴുതുമ്പോൾ അതിനെ കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ SLA എന്ന് കൊടുക്കും. മീൻസ് ഇന്റർഫേസ് ഇസ് ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് എയർ എന്ന്. ലിക്വിഡും എയറും തമ്മിലാണ് ഗ്യാപ്പ് വരാൻ പോകുന്നത്, അതുകൊണ്ട്. ഓക്കെ, സോ F/2L എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ എടുക്കാം. സോ F ഇസ് ഈക്വൽ ടു, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് ദ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ, ഈ ഫോഴ്സ് എന്ന് പറയുന്ന വെയിറ്റ് ആണ് ഇവിടെ. ഓക്കെ, നമ്മൾ എത്രമാത്രം വെയിറ്റ് കൊടുക്കുന്നു അത് ഇറ്റ് ഇസ് എ മെഷർ ആക്ച്വലി. സോ W/2 എന്ന് കൊടുക്കാം. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു mg/2L എന്ന് എഴുതാം. ഇവിടെ M എന്ന് പറയുന്നത് നമ്മൾ എത്ര എക്സ്ട്രാ മാസ് ആഡ് ചെയ്തു, അതാണ് M എന്ന് പറയുന്നത്. ആൻഡ് L എന്ന് പറയുന്നത് ഈ ഒരു പ്ലേറ്റിന്റെ ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ദാറ്റ് പ്ലേറ്റ്. അതാണ് ലെങ്ത് ഓഫ് പ്ലേറ്റ്. അതാണ് ഇങ്ങനെ ഒരു സിമ്പിൾ മെഷർമെന്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ എനർജി റിക്വയർഡ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമ്മളുടെ നെക്സ്റ്റ് ഒരു സെക്ഷൻ ആണ്, ദാറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ദിസ് ഇസ് സെക്ഷൻ 10.7.3 വിച്ച് ഈസ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഈ ഒരു ഇന്റർഫേസിൽ ഉണ്ടാവുന്നത് ലിക്വിഡും സോളിഡ് സർഫസും തമ്മിൽ ആ ഇന്റർഫേസിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്താണെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എപ്പോഴും ലിക്വിഡ് സർഫസിന്റെ ഏതൊരു ലിക്വിഡിനെ സർഫസ് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു മീഡിയത്തിലേക്കുള്ള ആ കോണ്ടാക്റ്റുള്ള ഒരു ഇന്റർഫേസിൽ, അത് ആ മീറ്റിംഗ് പോയിന്റിൽ എപ്പോഴും അത് ജനറലി കേർവ്ഡ് ആയിരിക്കും കാണാം. ഇപ്പൊ എപ്പോഴും വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പം സപ്പോസ് ചില സമയത്ത് അത് ഇങ്ങനെ ആയിരിക്കാം. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ വെള്ളമാണ് കേട്ടോ, ഇവിടെ വെള്ളം ഇങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷെ ഇൻ ജനറൽ ആ ഒരു സർഫസ് ഓഫ് ദ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കാം. എപ്പോഴും സർഫസ് ഓഫ് ദ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻ ജനറൽ എന്താണ്, കേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ ആണ്, അതായത് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ, അതായത് സോളിഡ് സർഫസുമായിട്ട് ചേരുന്ന ആ പോയിന്റ്, ലിക്വിഡിന്റെ അകത്ത് സോളിഡ് സർഫസുമായിട്ട് ചേരുന്ന ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇരിക്കുന്ന ലിക്വിഡ് സർഫസും ഒരു ടാൻജന്റ് വരയ്ക്കുകയാണ്. ആൻഡ് ആ ടാൻജന്റിൽ സോളിഡ് സർഫസുമായിട്ട് അത് മേക്ക് ചെയ്യുന്ന ആ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ബേസിക്കലി ദിസ് ഇസ് ദ ആംഗിൾ ഫോംഡ് അറ്റ് ദ ഇന്റർഫേസ് ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് സോളിഡ് സർഫസ്. അപ്പൊ ഇവിടെ നമ്മൾ ആ ടാൻജന്റ് വരയ്ക്കുകയാണ്. ഇത് പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ലിക്വിഡിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ടും സോളിഡ് സർഫസിനും ഒരു ലിക്വിഡ് സർഫസിന് ഒരു ടാൻജന്റ് വരയ്ക്കുകയാണ്. ദെൻ സോളിഡ് സർഫസുമായിട്ട് അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കുക. അതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ തീറ്റ. അപ്പൊ ഈ കേസിൽ നമുക്ക് പറയാം, ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം ലിക്വിഡിന് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്നു. ഓക്കെ, യു ക്യാൻ ഡ്രോ എ ടാൻജന്റ് ലൈക്ക് ഹിയർ. ഇവിടേക്ക് ടാൻജന്റ് വരയ്ക്കാം. അപ്പം ഈ ഒരു സോളിഡ് സർഫസുമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് തീറ്റ. സി ഇവിടെ നമ്മൾ ഇവിടെ ഈ പോയിന്റിലാണെങ്കിൽ ഇങ്ങോട്ട് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു സോളിഡ് സർഫസുമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ്, ദാറ്റ് ഇസ് ദ തീറ്റ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം എന്താണ്, അത് ഡിഫറെന്റ് ആണ്. പല ഇന്റർഫേസിലും പല ലിക്വിഡ് പല സോളിഡ് സർഫസിലും ഈ തീറ്റ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പം ഈ തീറ്റ എന്ന് പറയുന്ന പെർട്ടിക്കുലർ കാര്യത്തിനാണ് ഇൻ ജനറലി നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ ഒരു സാധനം മിക്കവാറും വാട്ടറിനായിരിക്കും വരിക. ഇങ്ങനത്തെ തീറ്റ എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ഒരു കർവ് വരുന്നത് വാട്ടറിനും, ഇങ്ങനത്തെ ഒരു കർവ് വരുന്നത് മിക്കവാറും ഇത്
മെർക്കുറിയും ആയിരിക്കണം. അങ്ങനെയാണ് ജനറലി വരിക. സോ ഈ തീറ്റയ്ക്ക് ഡിറ്റർമിൻ ചെയ്യാം വെള്ളം സർഫസിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണോ അതോ ഡ്രോപ്ലെറ്റ് ആണോ ആവുന്നത്. ഓക്കെ, തീറ്റ ഡിറ്റർമിൻസ് വെദർ ഇറ്റ് സ്പ്രെഡ്സ് ഓർ ഇറ്റ് ഫോംസ് ഡ്രോപ്ലെറ്റ്സ്. എങ്ങനെയാണ് ഒരു സർഫസിൽ സ്പ്രെഡ് ചെയ്യുവോ വെള്ളം, അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ തിങ്, അല്ലെങ്കിൽ എന്താണ് ഡ്രോപ്ലെറ്റ് ഉണ്ടാവുമോ, ഇതെല്ലാം തീറ്റയാണ് നിശ്ചയിക്കുക. ഓക്കെ, അപ്പോഴത്തേക്കും ഇതിന്റെ ടെക്സ്റ്റിലുള്ള തന്നെ 2 പാഠങ്ങൾ നോക്കുക. ഇതെന്ന് പറയുന്നത് നോക്കിക്കേ, ഇങ്ങനെ ഒരു സ്ഫെറിക്കൽ ഷേപ്പ് പോലെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് പോലെയാണ് ഇവിടെ വെള്ളം. ഇതൊരു സർഫസ് ആണ്. ഓക്കെ, ഒരു സർഫസിൽ ഇങ്ങനെ ഒരു എന്താണ് ഡ്രോപ്പ് പോലെയാണ് ഇവിടെ വെള്ളം വന്നിരിക്കുന്നത്. അങ്ങനെ പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ എന്ന് വെച്ചാൽ ഡ്രോപ്പ് അല്ല, ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അപ്പം ഇതുപോലെ ഇങ്ങനെ ഡ്രോപ്ലെറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ലോട്ടസ് ലീഫ് വെള്ളം. ഓക്കെ, അപ്പം ഇതിനൊരു ഈ ഒരു പർട്ടിക്കുലർ പടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് വാട്ടർ ഫോംസ് ഡ്രോപ്ലെറ്റ്സ് ഓൺ ലോട്ടസ് ലീഫ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ വാട്ടർ ഫോംസ് ഡ്രോപ്ലെറ്റ്സ്, അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ വാട്ടർ ഓൺ ലോട്ടസ് ലീഫ് അല്ലെ, ലോട്ടസ് ലീഫിലെ വെള്ളം പോലെ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക, അതൊരു ഡ്രോപ്ലെറ്റ് ആയിട്ടായിരിക്കും. നിങ്ങള് താമര ഇലയില് വെള്ളം കണ്ടിട്ടുണ്ട്, അതൊരു ഡ്രോപ്പ് ആയിട്ട് വീഴും, ഒരു പെബിൾ ഷേപ്പിൽ, പെബിൾ പോലെ ആയിരിക്കും വീഴുക. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഈ നമ്മുടെ പിക്ചർ എ പോയിരിക്കുന്നത്. ഇനി പിക്ചർ ബി ആണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു വാട്ടർ ഡ്രോപ്പ് ഓൺ ഒരു ക്ലീൻ പ്ലാസ്റ്റിക്കിലോ എന്തെങ്കിലും വെള്ളം ഒഴിക്കുമ്പോൾ എന്താണ് എങ്ങനെയാണ് വെള്ളം സ്പ്രെഡ് ചെയ്യുന്നത്, അതുപോലെയാണ് ചെയ്യുന്നത്. വാട്ടർ ഓൺ എ ക്ലീൻ പ്ലാസ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ വിചാരിക്കാം. സോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാട്ടർ സ്പ്രെഡ് ചെയ്ത് കിടക്കാണ്, ജസ്റ്റ് സ്പ്രെഡ്സ് ഓവർ ദാറ്റ് പർട്ടിക്കുലർ സർഫസ്. അപ്പൊ അങ്ങനെ 2 പടങ്ങളാണ്. അപ്പം വാട്ടർ ഡ്രോപ്സിന് 2 ഡിഫറെന്റ് ഷേപ്പ് ആണ് നമ്മൾ ഈ പടത്തിൽ തന്നെ കാണുന്നത്. അപ്പൊ ഇതിനോട് കൂടി തന്നെ ഇവിടെ ഒരു ആംഗിൾ മാർക്ക് ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഇങ്ങനെ, ഇവിടെ ഒരു ആംഗിൾ ഇങ്ങനെ വരും. ബിക്കോസ് എന്താണ് ഈ ഒരു ടാൻജന്റ് വരച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ടാൻജന്റ് വരച്ചിരിക്കുകയാണ്, വെള്ളത്തിന് ഇങ്ങനെ കുറുകിയൊരു വെള്ളത്തിന്റെ ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും സോൾഡ് സർഫസും ആയിട്ട് ഒരു ടാൻജന്റ് വരച്ചിരിക്കുകയാണ്. അപ്പം അതിവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ആണ് തീറ്റ. സിമിലർലി ഇവിടെയും വരച്ചിരിക്കുകയാണ്. അപ്പം നമ്മളുടെ തീറ്റ വരച്ചിരിക്കുന്നത് ദാറ്റ് തീറ്റ ഈസ് അവർ ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇത് ലിക്വിഡും സോൾഡ് സർഫസും തമ്മിൽ ഇന്റർഫേസിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അപ്പൊ നമ്മൾ ഇനി 3 ഇന്റർഫേഷ്യൽ ടെൻഷൻസ് ആണ് ഇവിടെ കാണാൻ പോകുന്നത്. അത് ഇവിടെ ഓൾറെഡി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്റർഫേഷ്യൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇവിടെ 3 ഫേസ് ആണുള്ളത്. ലിക്വിഡ് ഉണ്ട്, എയർ ഉണ്ട്, സോൾഡ് ഉണ്ട്. അപ്പൊ ഇത് 3 ഇടയിൽ ഉണ്ടാവുന്ന ഫോഴ്സസിനെ നമ്മൾ റെസ്പെക്റ്റീവ്ലി, ഇപ്പം ലിക്വിഡ് എയറും തമ്മിൽ ഉണ്ടാവുന്ന ആ ഫോഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് SLA എന്നുള്ളതാണ്. ഓക്കെ, SLA മീൻസ് ദാറ്റ് ഇസ് ദ interfacial, that is surface tension between liquid and air. അത് surface tension between liquid and air, surface tension between liquid and air നെയാണ് നമ്മൾ SLA ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സർഫസ് ടെൻഷൻ എന്നല്ല പറയാം, നമ്മൾ ഇന്റർഫേഷ്യൽ ടെൻഷൻ എന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ മോർ അപ്രോപ്രിയേറ്റ് ആണെന്ന് ഇന്റർഫേഷ്യൽ ആണ്. കാര്യം ഇവിടെ ലിക്വിഡും ഉണ്ട് എയറും ഉണ്ട്. അപ്പൊ 2 ഡിഫറെന്റ് ഫേസ് ആണ്. അപ്പൊ അവർ തമ്മിലുള്ള ഫോഴ്സിനെ നമ്മൾ പറയുമ്പോൾ വിൽ സേ ഇന്റർഫേഷ്യൽ ടെൻഷൻ. ഓക്കെ, അതുപോലെ തന്നെ SSA കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് വിച്ച് ഈസ് ദ ഇന്റർഫേഷ്യൽ ടെൻഷൻ ബിറ്റ്വീൻ സോൾഡ് ആൻഡ് എയർ. സോൾഡും എയറും തമ്മിലുള്ള ആ ഒരു ടെൻഷനെ, ആ ഒരു ഫോഴ്സിനെ, നമ്മൾ സർഫസ് ടെൻഷനെ നമ്മൾ സർഫസ് ടെൻഷൻ അവിടെ പറയാൻ പറ്റത്തില്ല, ടേം യൂസ് ചെയ്യാൻ പാടില്ല. ഇന്റർഫേഷ്യൽ ടെൻഷൻ എന്ന് പറയും. ആ ഒരു ഫോഴ്സ്, ആ ഒരു 2 ഫേസസ്, സോൾഡും എയറും ആ 2 ഫേസസിന് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഫോഴ്സിനെ SSA കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് വി ഹാവ് വൺ മോർ, SSL. SSL എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ഇന്റർഫേഷ്യൽ ടെൻഷൻ ബിറ്റ്വീൻ സോൾഡ് ആൻഡ് ലിക്വിഡ്. ഇന്റർഫേഷ്യൽ ടെൻഷൻ ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ലിക്വിഡ്. അപ്പൊ ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പം ഈ കോണ്ടാക്ട് ചെയ്യുന്നത് ഈ മീറ്റിംഗ് പോയിന്റിൽ, അത് സോൾഡും ലിക്വിഡും
എയറും കൂടെ മീറ്റ് ചെയ്യുന്ന കോണ്ടാക്ട് മീറ്റ് പോയിന്റിൽ ഈ സർഫസ് ഫോഴ്സസ് ഇങ്ങനെ നമുക്ക് 3 തരത്തിലുള്ള ഈ സർഫസ് ഫോഴ്സസ് എല്ലാം എന്ത് ചെയ്യും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് പടം വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. സപ്പോസ് നമ്മളിപ്പം ഈ പടം കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്കിതൊരു ഇക്വിലിബ്രിയത്തിൽ അവരെങ്ങനെയാണെന്നുള്ളതാണ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. സി, ഇത് ഇങ്ങോട്ടും SS ഇങ്ങോട്ടും SSL സോളിഡും ലിക്വിഡും തമ്മിലുള്ള ഇങ്ങോട്ടും SL ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. ഇതൊരു ഇക്വിലിബ്രിയത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു റെപ്രസെന്റേഷൻ കാണിച്ചിരിക്കുന്നതാണ്. ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ SLA വേണമെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റിസോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനെ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടും റിസോൾവ് ചെയ്ത് ഇങ്ങനെ രണ്ടാക്കാം. ഓക്കെ, ദാറ്റ് മീൻസ് അപ്പം ഒരെണ്ണം ഇങ്ങോട്ടും വരും. ഓക്കെ, SLA റിസോൾവ് ചെയ്യുമ്പോൾ ഒരെണ്ണം മേലേക്കും ഒരെണ്ണം ഇങ്ങോട്ടും പോകും. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ സൊല്യൂഷൻ അനുസരിച്ച് ദിസ് വിൽ ബി തീറ്റയുടെ ഇതാണല്ലോ തീറ്റ. സോ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന ആളായിരിക്കും കോസ് തീറ്റ, അകലെ കിടക്കുന്ന ആളായിരിക്കും സൈൻ തീറ്റ. സോ ദിസ് ഇസ് SLA സൈൻ തീറ്റ ആൻഡ് ദിസ് ഇസ് SSA കോസ് തീറ്റ. അപ്പൊ ഈ പടത്തിന്റെ അകത്ത് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് ഇനി നമുക്ക് നോക്കുക. ഈ SSAയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. SLA കോസ് തീറ്റയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്, SSLന്റെ ഡയറക്ഷനും ഇങ്ങോട്ട്. മൊത്തം അത് ഒരു 180 ഡിഗ്രിയിൽ ഇങ്ങനെ നിരന്ന് കിടക്കുവാണ് അല്ലെ. 180 ഡിഗ്രി ഈ ഒരു മൊത്തം ലൈൻ കിടക്കുകയാണ്. SSAയുടെ ലെഫ്റ്റിലേക്കും ബാക്കി SLA കോസ് തീറ്റ SSLും റൈറ്റിലേക്കുമാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, ഇക്വിലിബ്രിയത്തിൽ ഇക്വിലിബ്രിയം. We could write this as SSA is equal to SLA cos theta, SLA cos theta. SLA cos theta ആദ്യം എഴുതാം കേട്ടോ. SLA cos theta പ്ലസ് എന്താണ് SSL is equal to SSA എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഈ പടവും ഇതിന്റെ തീറ്റയൊക്കെ നോക്കി വെക്കുക. ഇനി ഇപ്പുറത്തേക്ക് ഒന്ന് എഴുതാം. ഇവിടെ ഉണ്ട് പടം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് നമ്മൾ ഇപ്പൊ ഇതാണ് കണ്ടത്. SLA cos theta, SLA cos theta പ്ലസ് SSA, സോറി SSL. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ ഒന്നുകൂടെ വരയ്ക്കാം, കൺഫ്യൂഷൻ വരാതിരിക്കുമല്ലോ. So this is SLA cos theta and this is SLA sin theta. So SLA cos theta plus SSL is equal to SSA. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് എനിക്ക് കോസ് തീറ്റ ഞാൻ എക്സ്ട്രാക്ട് ചെയ്യാൻ, അതാണ് എൻ്റെ ഉദ്ദേശം. സോ SLA കോസ് തീറ്റ എനിക്ക് എങ്ങനെ എഴുതാം, SSA മൈനസ് SSL എന്ന് എഴുതാം. സോ എനിക്ക് കോസ് തീറ്റ ആണ് വേണ്ടത്. നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ടിനെ കുറിച്ചാണ്, അതിന്റെ വേരിയേഷൻ അനുസരിച്ച് എങ്ങനെയാണ് വരുന്ന ലിക്വിഡ് സർഫസ് സോളിഡ് ഇന്ററാക്ഷൻ എങ്ങനെയാണെന്ന് പഠിക്കാൻ പോകുന്നത്. സോ കോസ് തീറ്റ എങ്ങനെ എഴുതാം, SSA മൈനസ് SSL ഡിവൈഡഡ് ബൈ SLA. നിങ്ങൾ മാത്സിന്റെ ഒരു കാര്യം അറിയണം. കോസ് തീറ്റ, തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇഫ് തീറ്റ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 90 to 180 ആണെങ്കിൽ, ഈ തീറ്റ എന്ന് പറഞ്ഞ 90 to 180 ആകുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ ഈ ഒരു സ്ഥലത്ത് നെഗറ്റീവ് ആയിരിക്കും. കോസ് തീറ്റയുടെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഒരു 90, ഇപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതെന്ന് പറയുന്നത് എന്താണ് 90ക്ക് ഉള്ളിലാണ്. ഇപ്പൊ ഈ ഫസ്റ്റ് ഫിഗർ നോക്കുക, ഈ ഫസ്റ്റ് ഫിഗർ ഇപ്പം ഈ പടം എടുക്കാം. ഈ പടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് പടവും കാണിക്കാം. അപ്പൊ ഈ പടം നമ്മൾ അതിന് 90 ഡിഗ്രി എന്ന് പറഞ്ഞത് ഇതാണ് സ്ട്രൈറ്റ് ലൈൻ 90 ഡിഗ്രി. ദിസ് വിൽ ബി 90 ഡിഗ്രി. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഇത്രയുണ്ട്, അത് 90 ഡിഗ്രിയെക്കാട്ടി കൂടുതലാണ്. അപ്പൊ 90 ഡിഗ്രിയെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും. ഇൻ ജനറൽ ദ ആംഗിൾ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 180 നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ പടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ദാറ്റ് മീൻസ് നമ്മളുടെ എന്താണ്, ഒബ്റ്റ്യൂസ് ആണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം, ഒബ്റ്റ്യൂസ് മീൻസ് തീറ്റ ഇസ് ബിറ്റ്വീൻ 90 and 180. അങ്ങനെ കിട്ടുക മീൻസ് എന്താണ്, ആ ഒരു സ്റ്റേറ്റില് കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്, കോസ് തീറ്റ 90 തീറ്റയുടെ ഇടയ്ക്ക് 180 ഇടയ്ക്കാണെങ്കിൽ കോസ് തീറ്റ നെഗറ്റീവ് ആവും. അപ്പൊ കോസ് തീറ്റ നെഗറ്റീവ് ആവുക, ദാറ്റ് മീൻസ് കോസ് തീറ്റ നെഗറ്റീവ് ആവുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, കോസ് തീറ്റ നെഗറ്റീവ് ആവണമെങ്കിൽ കോസ് തീറ്റയ്ക്ക് ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ SSA മൈനസ് SSL ബൈ SLA എന്നുള്ളതാണ്.
ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഈ ഒരു പെർട്ടിക്കുലർ തിങ് എന്ന് പറയുന്നതാണ് നെഗറ്റീവ് ആണ്. ഇത് നെഗറ്റീവ് ആവുക മീൻസ് ഇതിന്റെ ന്യൂമറേറ്റർ അങ്ങ് നെഗറ്റീവ് ആയാൽ മതി. ദാറ്റ് മീൻസ് SSA മൈനസ് SSL ഷുഡ് ബി ലെസ് ദാൻ 0. അപ്പൊ നമുക്ക് SSLനെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ SSLനെ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് കിട്ടുന്ന ഇതാണ്. ദാറ്റ് മീൻസ് ഈ ഒരു കേസിലാണ് cos θ നെഗറ്റീവ് ആവുക, അതർവൈസ് ഒബ്റ്റ്യൂസ് ആവുന്നത്. ഓക്കെ, ഈ ഒരു കേസിലാണ് ഇത് SSL കൂടുതലാവുകയാണെങ്കിൽ. അപ്പൊ ഇതാണ് നമ്മളുടെ ലോട്ടസ് ലീഫിലെല്ലാം സംഭവിക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? SSL എന്ന് പറയുന്നത് SSAക്കാട്ടും കൂടുതലാണ്. അതായത് സർഫസ് ടെൻഷൻ ബിറ്റ്വീൻ സോൾഡ് ആൻഡ് ലിക്വിഡ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ബിറ്റ്വീൻ സോൾഡ് ആൻഡ് എയറിനെക്കാട്ടും കൂടുതലാണ്. അതർവൈസ് എന്താണ് അത് ചിന്തിക്കേണ്ട. നമ്മുടെ സർഫസ് ടെൻഷൻ ബിറ്റ്വീൻ സോൾഡ് ആൻഡ് ലിക്വിഡ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഇത് സോളിഡ് ലിക്വിഡ് ടെൻഷൻ കൂടുതലാണ്. അപ്പൊ അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ സോൾഡും ലിക്വിഡും തമ്മിൽ ഈ ഒരു ഇന്ററാക്ഷൻ ഭയങ്കര കൂടുതലാണ്. അത് ഇന്ററാക്ഷൻ അല്ല, ടെൻഷൻ കൂടുതലാണ്. അതിന്റെ എക്സിസ്റ്റ് ചെയ്യുന്ന ടെൻഷൻ കൂടുതലാണ് സോൾഡും ലിക്വിഡും തമ്മിലുള്ള. സോ ആ സോൾഡും ലിക്വിഡും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വരുത്തണമെങ്കിൽ ഗ്രേറ്റർ എനർജി അപ്ലൈ ചെയ്യണം. സോ അവർ ഭയങ്കര ടെൻഷനിലാണ്. ദാറ്റ് മീൻസ് സോൾഡും ലിക്വിഡും തമ്മിൽ ഭയങ്കര ടെൻഷനിലാണ്. ദാറ്റ് മീൻസ് കൂടുതലും എന്താണ് ലിക്വിഡിന് അതിന്റെ ലിക്വിഡ് മോളിക്യൂൾസിനോട് തന്നെയാണ് അഫിനിറ്റി ഈ കേസിൽ കൂടുതൽ. ഓക്കെ, അത് ലിക്വിഡ് മോളിക്യൂൾസ് ആണ് കൂടുതലും അത് തന്നെ അട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ സോൾഡുമായിട്ട് അതിന് ടെൻഷനാണ് കൂടുതലുള്ളത്. അപ്പൊ ഒരു ലിക്വിഡ് സോൾഡ് ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി എന്ത് ചെയ്യണം? എനർജി അപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് ഈ കേസിൽ അത് എന്ത് ചെയ്യില്ല, ഒരു സോൾഡ് സർഫസിനെ ഒരിക്കലും വെറ്റ് ചെയ്യത്തില്ല. ഇറ്റ് ഡസൻ വെറ്റ് ദ സോളിഡ് as in the case of the water on lotus leaf. ഇത് തന്നെയാണ് നമ്മൾ ഇപ്പം വെള്ളം ഒരു വാക്സ് അല്ലെങ്കിൽ ഓയിലി സർഫസിൽ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ മെർക്കുറി ഏതെങ്കിലും സ്ഥലത്ത് എങ്ങനെ നിന്നാലും എന്ത് സംഭവിക്കും, ഇതെല്ലാം ഇവിടെയാണ്. കാര്യം എന്ന് വെച്ചാൽ അതിന്റെ മോളിക്യൂൾസ് ഉള്ള ലിക്വിഡിന്റെ മോളിക്യൂൾസിനോടാണ് കുറച്ചും കൂടി അഫിനിറ്റി rather than with സോളിഡ്. അപ്പൊ ഇതാണ് ഈ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയി കഴിഞ്ഞാലുള്ള പ്രത്യേകത. ഓക്കെ, അപ്പൊ ഈ കേസിൽ ഡസൻ വെറ്റ് ദ സർഫസ്. ഇങ്ങനെ സർഫസിനെ വെറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ ഒരു കേസിലാണ് ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാക്കും, ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ആസ് ഇൻ ദി കേസ് ഓഫ് വാട്ടർ ഓൺ ലോട്ടസ് ലീഫ്. ഇനി നെക്സ്റ്റ് കേസിന് ഈ ആംഗിൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇതായിരിക്കുമല്ലോ ഇതിന്റെ 90 ഡിഗ്രി. സോ ഇതാണ് 90 ഡിഗ്രി. ഇതെന്ന് പറഞ്ഞാൽ ഹിയർ തീറ്റ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പൊ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ. തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് അക്യൂട്ട് ആംഗിൾ. അപ്പം അക്യൂട്ട് ആംഗിൾ ആവണമെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പൊ ഒബിയസ്ലി അക്യൂട്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ അവിടെ അക്യൂട്ട് ആംഗിൾ ലെസ് ദാൻ 90ല് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്, സോ അക്യൂട്ട് ആംഗിളിൽ ദാറ്റ് മീൻസ് തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി. ഈ കേസിൽ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രിയിൽ കോസ് തീറ്റ പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് കോസ് തീറ്റ പോസിറ്റീവ് ആണ് ഈ ഒരു റേഞ്ചിൽ. കോസ് തീറ്റ പോസിറ്റീവ് ആണ്, വിച്ച് ഇംപ്ലൈസ് SSA മൈനസ് SSL എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓർ യു കുഡ് സേ ഈ SSLനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണേ SSA is greater than SSL. സോൾഡ് എയർ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലാണ് rather than സോളിഡ് ലിക്വിഡ് ഇന്റർഫേസ്. അപ്പം എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് സോളിഡ് ലിക്വിഡ് ഇന്റർഫേസ് എന്ന് പറയുന്നത്? ഇവിടെ സോളിഡ് ലിക്വിഡ് ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ സോളിഡ് ലിക്വിഡ് ടെൻഷൻ ബിറ്റ്വീൻ സോൾഡ് ആൻഡ് ലിക്വിഡ് എന്ന് പറയുന്നത് എനിവേസ് ലെസ് ആണ്. ദാറ്റ് മീൻസ് എന്താണ്? സോൾഡും ലിക്വിഡും തമ്മിൽ ഉള്ള ലിക്വിഡും സോൾഡും സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ്. സോളിഡ് ലിക്വിഡ് ടെൻഷൻ ആണ് അത്. സോൾഡ് എയർ ടെൻഷൻ ആണ് കൂടുതൽ സോളിഡ് ലിക്വിഡിനെ കാട്ടും എന്ന് പറയുമ്പോൾ എന്താണ്? സോൾഡും ലിക്വിഡും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, സോളിഡ് ലിക്വിഡും തമ്മിൽ അട്രാക്ഷൻ ആണ് എന്നുള്ളതാണ്. അപ്പൊ ആ കേസിൽ തീറ്റ അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ ഇതാണ് ഒരു വെള്ളം അല്ലെങ്കിൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലോ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്. ഹിയർ
SSL എന്ന് പറയുന്നത് ലെസ് ദാൻ SSC. ദാറ്റ് മീൻസ് ഇവിടെ അധർഷനാണ് കൂടുതൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊഹസീവ് ഫോഴ്സ് ആണ് ഇവിടെ കൂടുതൽ. ഈ കേസിൽ കൊഹസീവ് ഫോഴ്സ് ആണ് ഡൊമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ കേസിൽ എന്താ പറയുന്നത് അധസീവ് ഫോഴ്സ് ആണ് കൂടുതൽ, അധർഷനാണ് കൂടുതൽ. ബിക്കോസ് അധസീവ് ഫോഴ്സ് ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ലിക്വിഡ് എന്ന് പറയുന്നത് ഈ കേസിൽ മോറാണ്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, വെള്ളം സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വെള്ളം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് വെള്ളം ഏതെങ്കിലും ക്ലീൻ ഒരു പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ എവിടെയെങ്കിലും വീണത്. അത് ഇവിടെ എന്താ വെച്ചാൽ വെള്ളം എന്താണ് സ്പ്രെഡ് ചെയ്തങ്ങ് പോകും. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഹിയർ വാട്ടർ സ്പ്രെഡ്സ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ സർഫസ്. അപ്പൊ ബേസിക്കലി ഇതാണ് സംഭവിക്കുന്നത്. എന്താണ് അപ്പൊ തീറ്റ ഡിറ്റർമിൻസ് വെദർ വാട്ടർ സ്പ്രെഡ് ചെയ്യുകയാണോ അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാതിരിക്കണമെന്ന് തീറ്റയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം തീറ്റ ഒബ്റ്റ്യൂസ് ആവുകയാണെങ്കിൽ അവിടെ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കൊഹസീവ് ഫോഴ്സ് ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് കൂടുതലാണ്. കൊഹസീവ് ഫോഴ്സ് ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ് ഈസ് മോർ. അതർവൈസ് അല്ലെങ്കിൽ നമുക്ക് പറയാം സർഫസ് ടെൻഷൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇന്റർഫേഷ്യൽ ടെൻഷൻ ബിറ്റ്വീൻ solid and liquid is more. ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, സോളിഡ് ലിക്വിഡ് ടെൻഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. നേരെ മറിച്ച് അപ്പം ഈ കേസിൽ എന്ത് സംഭവിക്കും, അതുകൊണ്ട് തന്നെ വാട്ടർ ഫോംസ് ഡ്രോപ്ലെറ്റ്സ് as in വാട്ടർ ഓൺ എ ലോട്ടസ് ലീഫ്. ഒരു ലോട്ടസ് ലീഫിലൊക്കെ പോലത്തെ ഒരു ഇതേ വരുള്ളൂ. വാട്ടർ അവിടെ സ്പ്രെഡ് ചെയ്യില്ല. ഇനി തീറ്റ അക്യൂട്ട് ആംഗിൾ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അധസീവ് ഫോഴ്സ് ആണ്, അധസീവ് ഫോഴ്സ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് സോളിഡ്, അധസീവ് ഫോഴ്സ് ബിറ്റ്വീൻ നമുക്ക് പറയാം ലിക്വിഡ് ആൻഡ് സോളിഡ് സർഫസ് ഈസ് മോർ. ദാറ്റ് മീൻസ് interfacial tension between this liquid and solid surface is less. ഈ കേസിൽ ലെസ് ആണ്. Therefore water spreads on the surface. വാട്ടർ സർഫസിൽ സ്പ്രെഡ് ചെയ്യും. വാട്ടർ സർഫസ് ഗ്ലാസോ എന്താന്ന് വെച്ചാൽ അവിടെ വാട്ടർ സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മൾ വെള്ളത്തിലേക്ക് സോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിറ്റർജൻസ് അങ്ങനെ എന്തെങ്കിലും ഡൈയിങ് സബ്സ്റ്റൻസോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ നമ്മൾ വെറ്റിംഗ് ഏജൻസ് എന്നാ പറയുന്നത്. വെറ്റിംഗ് ഏജൻസ്. അപ്പൊ ഒബ്വിയസ്ലി ഇതെന്താ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലായി കാണും. ഇതെന്ത് ചെയ്യും, ദാറ്റ് വിൽ മേക്ക് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് സ്മോൾ. എന്ത് ചെയ്യും, നല്ലത് വെറ്റിയുള്ളൂ, ധാരാളം വെറ്റിയാണ്, ഇറ്റ് വിൽ മേക്ക് തീറ്റ സ്മോൾ. ഇറ്റ് മേക്സ് തീറ്റ സ്മോൾ. ദ ആംഗിൾ ഓഫ് കോണ്ടാക്ടിനെ സ്മോൾ ആക്കും. അപ്പോഴാണ് കുറച്ചും കൂടി വെറ്റി. അപ്പം നന്നായിട്ട് പെൻട്രേറ്റ് ചെയ്തിട്ട് സംഭവം എഫക്റ്റീവ് ആവും. അപ്പൊ ഇതാണ് ഇറ്റ് മേക്സ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് സ്മോൾ. നേരെ മറിച്ച് വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് ഉണ്ട്. വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് അത് ബേസിക്കലി സർഫസ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൂഫിംഗ് ഏജൻസ് ഉപയോഗിക്കുക. സർഫസ് ടെൻഷൻ അവർ കൂട്ടും. ദാറ്റ് മീൻസ് തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് തീറ്റ മോർ, തീറ്റ ലാർജ്. അപ്പം ആ ഒരു എന്താണ് സർഫസ് ടെൻഷൻ ഇവിടെ കൂട്ടും. സർഫസ് ടെൻഷൻ ഇറ്റ് ഇൻക്രീസസ് ദ സർഫസ് ടെൻഷൻ എന്ന് പറയും. അത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് കൂട്ടും. ഇറ്റ് ഇൻക്രീസസ് സർഫസ് ടെൻഷൻ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, വെറ്റ് ആകാതിരിക്കും. അങ്ങനെയാണ് സർഫസ് ടെൻഷൻ കൂട്ടും. ദാറ്റ് മീൻസ് ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് അത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് വെറ്റിംഗ് ഏജൻസ് കൂട്ടും. സോ ദാറ്റ് എന്താണ് വെള്ളവും ആ സോളിഡ് സർഫസും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ അതാണ് ഈ രണ്ട് വ്യത്യസ്തമായ സംഭവങ്ങളുടെ കാര്യം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി സെക്ഷൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സോ താങ്ക് യു.